മണിപ്പൂരിലെ അക്രമവുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ NIA ഏറ്റെടുത്തു. മണിപ്പൂർ പോലീസ് അന്വേഷിച്ചു വന്ന കേസുകളാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത്. മണിപ്പൂരിലെ ജിരീബ മേഖലയിൽ CRPFും കുക്കികളും തമ്മിൽ നടന്ന വെടിവെപ്പിൽ 6 പേരെ തട്ടിക്കൊണ്ടുപോയതും അതിന് പിന്നാലെ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ് NIA ഏറ്റെടുത്തത്. വിവരങ്ങളുമായി S നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ പറയൂ. കൃഷ്ണ, മണിപ്പൂർ മേഖലയിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ദേശീയ നിലവിൽ മണിപ്പൂർ പോലീസ് അന്വേഷിച്ചു വന്നിരുന്ന 3 കേസുകൾ NIAക്ക് കൈമാറാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ CRPF ജരീബ മേഖലയിൽ CRPFും കുക്കികളും തമ്മിൽ വെടിവെപ്പുണ്ടായിരുന്നു. അതിൽ 10 തീവ്രവാദികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ 6 പേരെ ക്യാമ്പിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. കുക്കി വിഭാഗത്തിൽ നിന്നുമുള്ളവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഈ 6 പേരുടെയും മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ 3 കേസുകളാണ് നിലവിൽ NIAക്ക് കൈമാറിയിരിക്കുന്നത്. നിലവിൽ അവിടെ അക്രമങ്ങൾ ഇരുവിഭാഗവും തമ്മിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയും ഈ അക്രമങ്ങൾ ജനപ്രതിനിധികളുടെ വീടുകളിലേക്ക് പോലും വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ സുരക്ഷ ശക്തമാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ്. കൂടുതൽ കേന്ദ്രസേന വിന്യാസം അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്രം കൃത്യമായി ഇടപെടുന്നുണ്ടല്ലോ. ആഭ്യന്തരമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടി ഇന്ന് 12 മണിക്കാണ് ആഭ്യന്തരമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതേസമയം ഇതുവരെയായിട്ടും ആ യോഗം ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആ യോഗം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിൽ മണിപ്പൂരിൽ നിന്നുമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ CRPFന്റെയും മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുക, അതിനനുസരിച്ച് അവിടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കേന്ദ്രം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിരിക്കുന്നത്. കൃഷ്ണ.